ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന വചനം നമ്മളായിരിക്കുന്ന സ്ഥലം ദൈവ സാന്നിധ്യത്താൽ നിറയാൻ വേണ്ടിയാണ്. നമ്മളറിയാം, ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്നും അനുഗ്രഹങ്ങൾ മാത്രമേ കാണുള്ളൂ. വചനം നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനമാണ്. വചനപ്രകാരമാണ്: നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ഒരു ക്വസ്റ്റ്യൻ പോലെ ഈ വചനം. നമുക്കറിയാം, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ, നീ വിളിക്കുന്ന ഓരോ നിമിഷത്തിലും നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും പലരും പറയാറുണ്ട്, ഞങ്ങൾ കുറേ നാൾ പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, വിശ്വാസം നഷ്ടപ്പെട്ടു. സ്നേഹമുള്ളവരെ, അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. നിൻ്റെക്ക് ആവശ്യമുള്ള സമയത്ത് നിന്റെ ദൈവം ഇടപെടും. നിന്റെ വിളിയും നിന്റെ പ്രാർത്ഥനയും ഒരിക്കലും നിന്റെ ദൈവം കേൾക്കാതെ പോകുകയില്ലെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വചനമാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ, നിന്റെ കൂടെ ആയിരിക്കുന്നത് പോലെ, ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? വേറെ ഒരു ജനവുമില്ല ദൈവം ഇത്ര അടുത്തുള്ള. അതുകൊണ്ട് ദൈവം തന്റെ ജനമായ ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തി അവർക്ക് വിശ്വാസത്തിന്റെ, പ്രത്യാശയുടെ, അനുഗ്രഹത്തിന്റെ വചനം പറഞ്ഞു കൊടുത്താണ്, നിങ്ങൾ എൻ്റെ ശ്രേഷ്ഠ ജനതയാണ്. അതുകൊണ്ട് നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ നിന്റെ അടുത്ത് വന്ന്, നിന്റെ കുടുംബത്തിൽ വന്ന്, നിന്റെ രോഗാവസ്ഥയിൽ വന്ന്, നിന്റെ അസ്വസ്ഥതകളിൽ വന്ന്, നിന്റെ വേദനയിൽ വന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവസാന്നിധ്യത്താൽ നിറയാൻ നമുക്ക് നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വചനം ചൊല്ലി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ആയിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും നിന്റെ സാന്നിധ്യവും സാമീപ്യവും ഒക്കെ അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ദുഃഖങ്ങളിലൂടെ, വേദനയിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളിലേക്ക് നിന്റെ സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിയമാവർത്തനം 4:7 ശക്തിയാൽ ഈ സഹോദരങ്ങൾ ആശീർവദിച്ച് അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.